രാജ്യത്ത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ ബഹളത്തിന് വഴിവെച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇന്ത്യ ബ്ലോക്കിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ താളം തെറ്റി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതു മുതൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം ഉന്നയിച്ച് ബഹളം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള നടക്കുമ്പോൾ തന്നെ ഇന്ത്യ ബ്ലോക്കിലെ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചു. ശബ്ദ കോലാഹലങ്ങൾക്കൊടുവിൽ സ്പീക്കർക്ക് സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ചതായി അറിയിക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ എംപിമാർ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസുകൾ നൽകിയിരുന്നു. എന്നാൽ രാജ്യസഭ ഉപാധ്യക്ഷൻ ഈ നോട്ടീസുകളെല്ലാം തള്ളി. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ചയില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കിയതോടെയാണ് പ്രതിഷേധം കൂടുതൽ രൂക്ഷമായത്. രാജ്യത്ത് ക്രിസ്തീയ വിഭാഗത്തിനെതിരെയും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടക്കുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടി. തിരുവസ്ത്രം ധരിച്ച് രാജ്യത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രതിപക്ഷ എംപിമാർ തങ്ങളുടെ നോട്ടീസിൽ വ്യക്തമാക്കി. ഇത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ വാദിച്ചു. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. UDF-ന്റെ പ്രധാന നേതാക്കൾ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകളേന്തി പ്രതിഷേധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇടത് എംപിമാർ പ്രതിഷേധവുമായി എത്തിയത്. ഇന്ത്യ സംഘം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഇത് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു സൂചനയായി വിലയിരുത്തപ്പെടുന്നു. സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാജ്യത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മതപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുമ്പോൾ നടന്നൊരു സംഭവത്തിലാണ് അറസ്റ്റ് നടന്നതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അറസ്റ്റിന്റെ യഥാർത്ഥ കാരണം, നിയമപരമായ വശങ്ങൾ എന്നിവ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ ക്രിസ്തീയ സമൂഹത്തിൽ ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. വിവിധ മതസംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു. അറസ്റ്റ് നിയമപരമായി ശരിയാണെങ്കിൽ പോലും അത് നടന്ന സാഹചര്യവും കന്യാസ്ത്രീകൾ എന്ന നിലയിൽ അവർക്ക് ലഭിക്കേണ്ട പരിഗണനകളും നിഷേധിക്കപ്പെട്ടു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഈ അറസ്റ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളുടെ ഭാഗമാണോ അതോ നിയമപരമായ ഒരു നടപടി മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിഷയം പാർലമെന്റിൽ വലിയ ബഹളത്തിന് വഴിയൊരുക്കിയത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്ത സർക്കാരിന്റെ നിലപാട് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. ഇന്ന് 12 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തിൽ ചർച്ച നടത്താനായിരുന്നു പാർലമെന്റ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷം കന്യാസ്ത്രീകളുടെ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയത്. പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ എന്ന വിഷയം സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ മറുപടി ലഭിക്കാത്തത് പ്രതിപക്ഷത്തിന് ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിഷയങ്ങൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടാൻ സാധ്യതയുണ്ട്. ന്യൂനപക്ഷ പീഡന ആരോപണങ്ങളും രാജ്യത്തിന്റെ മതേതര സ്വഭാവവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന ആരോപണം ശക്തമാണ്. വിവിധ റിപ്പോർട്ടുകളും പഠനങ്ങളും ഇത് ശരിവെക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യം, വ്യക്തിപരമായ അവകാശങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ വിഷയങ്ങളിൽ ഒരു പുതിയ ഉദാഹരണമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഭരണഘടന എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. എന്നാൽ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് ഭീഷണിയാണോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു വരികയാണെന്ന തോന്നൽ ഇത്തരം സംഭവങ്ങളിലൂടെ ശക്തിപ്പെടുത്തുന്നു. പാർലമെന്റിലെ പ്രതിഷേധം ഈ ആശങ്കകളുടെ പ്രതിഫലനം കൂടിയാണ്. നിയമവാഴ്ചയും പ്രതിഷേധത്തിന്റെ പ്രാധാന്യവും ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ച പരമപ്രധാനമാണ്. ഏതൊരാളും നിയമത്തിന് വിധേയനാണ്. എന്നാൽ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അത് വിവേചനപരമാകരുത്. ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള സമീപനം നീതിയുക്തവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. പാർലമെന്റിലെ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ജനങ്ങളുടെ ആശങ്കകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സുപ്രധാന വിഷയങ്ങളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ഇത്തരം പ്രതിഷേധങ്ങൾ അനിവാര്യമാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ പാർലമെന്റിൽ നടന്ന ബഹളം ഈ വിഷയം എത്രത്തോളം ഗൗരവതരമാണെന്ന് വ്യക്തമാക്കുന്നു. പാർലമെന്റ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം തങ്ങളുടെ പ്രതിഷേധം തുടരാനാണ് സാധ്യത. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ വിശദീകരണം ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് അവർ സൂചിപ്പിക്കുന്നു. ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും സാമൂഹിക പ്രതികരണങ്ങൾക്കും വഴിവെച്ചേക്കും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണം.